ഹലോ ഗൈസ്, ഐ മാനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ANM GNM കോഴ്സുകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ LBS ANM കോഴ്സിൻ്റെയും GNM കോഴ്സിൻ്റെയും അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെരിഫിക്കേഷനാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ LBS വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് LBS പബ്ലിഷ് ചെയ്തതായിരിക്കും. ആ വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് റിമാർക്ക് ആക്കി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ മിസ്റ്റേക്സ് തിരുത്താൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ റിസർവേഷനുള്ള കാറ്റഗറി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ ആയിരിക്കാം, മാർക്സിൻ്റെ ആയിരിക്കാം, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആയിരിക്കാം. സോ അതെല്ലാം ആ വെരിഫിക്കേഷൻ ഡാറ്റ പബ്ലിഷ് ചെയ്തതിന് ശേഷം റിമാർക്സ് കാണിക്കുന്ന തെറ്റുകളെല്ലാം തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ തിരുത്താൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും LBS റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് GNM വരുന്നത് 3 മെയിൻ അലോട്ട്മെൻറ്റ്സാണ്. 3 മെയിൻ അലോട്ട്മെൻറ്റ്സും പിന്നീട് വരുന്നത് സ്പോട്ട് അലോട്ട്മെൻറ്റ്സുമാണ്. അപ്പോൾ ഏത് അലോട്ട്മെൻറ്റിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ ടോക്കൺ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യണം. അല്ല ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യാം. കേരളത്തിൽ മുഴുവനായും GNM വരുന്ന സീറ്റ് എന്ന് പറയുന്നത് 460 സീറ്റാണ്. ഗവൺമെൻറ് കോളേജുകളിൽ, പ്രൈവറ്റ് കോളേജുകളിൽ മറ്റ് സീറ്റുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ചെന്ന് അപ്ലിക്കേഷൻ വെച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, പിന്നീട് വരുന്നത് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ആണ്. സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് വരുന്നത് ബാലൻസ് വരുന്ന 1-2 സീറ്റൊക്കെ ഓരോ കോളേജിലും കാണും. അതിലോട്ടെല്ലാം എടുക്കുന്നതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്സ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കൂടുതലെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ +2 PCB അതായത് ബയോളജിയിലുള്ള കോമ്പിനേഷൻ എടുത്ത ആൾക്കാർക്കാണ് കൂടുതൽ പ്രയോറിറ്റി. അതായത് ഇപ്പോൾ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ പഠിച്ച കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത് ഈ ബയോളജി എടുത്തിട്ടുള്ള കുട്ടികൾക്കായിരിക്കും. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ PCB അല്ലാത്ത കൊമേഴ്സോ കമ്പ്യൂട്ടർ സയൻസോ ഹ്യൂമാനിറ്റീസോ എടുത്തവർക്ക് GNM പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേരളത്തിന് പുറത്ത് നോക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. പുറത്ത് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ IMC അഫിലിയേറ്റഡ് ആണോ എന്ന് നോക്കിയതിന് ശേഷം വേണം ചേരാൻ. അപ്പോൾ നമുക്കറിയാം GNM എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ നമുക്കതിനെ ഡിഗ്രിയിലോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് GNM കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ പോസ്റ്റ് BSc പാസ്സാവുന്നതോടെ നിങ്ങൾ BSc ലെവലിലോട്ട്, അതായത് ആ ഡിഗ്രി ലെവലിലോട്ട് BSc നഴ്സിങ്ങിന് ഈക്വലൻ്റായി മാറുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു അപ്ഡേറ്റ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം.